വരവിൽ കൂടുതൽ ചെലവാക്കുക, കഴിവിലും കൂടുതൽ ദാനം ചെയ്യുക, അതുപോലെ തന്നെ കടങ്ങൾ വാരിക്കൂട്ടുക. ഈ 3 കാര്യം ചെയ്യുന്ന ഏതൊരു വ്യക്തിയായിക്കോട്ടെ, ബിസിനസ്സുകാരായിക്കോട്ടെ, അവർ സമീപഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കും പാത്രമായി തീരുന്നത് കാണാൻ പറ്റും. നമ്മൾ ആ കഴിവിനനുസരിച്ച് മാത്രമേ നമ്മൾ കഴിയുന്ന അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ദാനം ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ വരവിനനുസരിച്ച് നമ്മൾ ചെലവ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം വരവിനനുസരിച്ച് അല്ലാതെ ചെലവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വരവ് ഏതെങ്കിലും ഒരു അവസരത്തിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അതിൽ കുറവ് വരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ നമ്മൾ കണക്ക് നോക്കാതെ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഫിനാൻസ് കമ്പനികൾ, ബാങ്കുകൾ ഒക്കെ നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് കടം വേണോ എന്ന് ചോദിച്ചിട്ട്. ഈ കടം വേണോ എന്ന് ചോദിച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ കിട്ടുന്ന പലിശത്തെ നോക്കാതെ പോലും നമ്മൾ ആവശ്യമില്ലെങ്കിൽ പോലും ചെറിയ എന്തെങ്കിലും ആവശ്യം കൊണ്ട് തന്നെ EMI ആയിട്ടും അല്ലെങ്കിൽ ലോണായിട്ടും ഒക്കെ നമ്മൾ വാങ്ങിച്ചെടുക്കുന്ന അവസ്ഥ കാണും. ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് കൂട്ടുന്ന സമയത്ത് നമ്മുടെ ചിലവ് നമുക്ക് കണക്ക് കൂട്ടുന്നതിൽ അപ്പുറത്തേക്കുള്ള ചിലവിലേക്ക് നമുക്ക് കടന്നു പോകും. എങ്കിലും നമ്മൾ ദാനം ചെയ്യേണ്ടത് ഡൊണേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ നമ്മളെ സമീപിക്കുന്നത് നമ്മുടെ കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ നമ്മുടെ കഴിവ് എത്രത്തോളം ഉണ്ട് നോക്കാതെ തന്നെ നമ്മുടെ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടോ നമ്മുടെ ഈഗോയെ തൃപ്തിപ്പെടുത്താനോ നമ്മൾ ഈ ദാനം ചെയ്യുന്ന അവസ്ഥയെത്തും, അല്ലെങ്കിൽ ഡൊണേഷൻ കൊടുക്കുന്ന അവസ്ഥയെത്തും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കടങ്ങൾ വീണ്ടും നമുക്ക് കൂടുകയും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് എത്തും. നമ്മൾ നിശ്ചിത തുക, എന്ത് പ്രശ്നം വന്നാലും ഒരു നിശ്ചിത തുക സേവിങ്സിനായിട്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ നമ്മൾ മാറ്റിവെക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളുടെ റിട്ടയർമെൻറ്റ് സമയത്ത് ആഘോഷിക്കാനുള്ളതാണ്, ആസ്വദിക്കാനുള്ളതാണ്. അത് വേറൊരു ബിസിനസ് ആവശ്യത്തിനോ വേറൊരു മക്കളുടെ കല്യാണ ആവശ്യത്തിനോ വേറൊരു ആവശ്യത്തിനു വേണ്ടി മാറ്റിവെക്കില്ല. ഞാൻ എൻ്റെ ഈ ഒരു ആവശ്യം എൻ്റെ റിട്ടയർമെൻറ്റ് സമയത്ത് എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സേവിങ്സിനെ മാറ്റേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, അവർ സേവിങ്സ് ഇല്ലാത്തവരായി കഴിഞ്ഞാൽ സമൂഹത്തിലും ബന്ധുക്കളിലും ആരുടെ ഇടയിലും ഒരു വിലയില്ലാത്ത അവസ്ഥയിലേക്ക്, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് ഭാവി ലോങ് ടേം വിഷനോടുകൂടിയുള്ള സേവിങ്സുകൾ എടുത്തു വയ്ക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.